Hi friends, welcome to Anu's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആവിയപ്പമാണ്. ഇത് ഞങ്ങൾ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ യാത്രകളൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു പലഹാരമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ സാധാരണ അപ്പത്തിന്റെ മാവ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ മാവ് അരച്ചിട്ട് ഈസ്റ്റ് ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന അപ്പമാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഇഡലി റൈസ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. ഇനി ഇതിലൊരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ചോറും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. അപ്പോൾ ഈ മാവ് ഞാനിവിടെ നന്നായി അരച്ചെടുത്തു. ഇതിനകത്ത് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം അല്ലെങ്കിൽ അത് തരിയായിട്ട് കിടക്കും, നല്ലതായിട്ട് അരയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒത്തിരി കുറുകിയാണ് ഇരിക്കുന്നത്. ഒരു ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം. ഏകദേശം ഒരു ദോശമാവിൻ്റെ അത്രയും ലൂസായിട്ടുള്ളൊരു മാവായിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കില്ല. അതുപോലെ ഫ്ലേവറിനായിട്ട് ഏലക്ക, ജീരകം അങ്ങനെ ഒന്നും തന്നെ ഞങ്ങൾ ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2-3 ഏലക്കയും ഒരു 1/4 ടീസ്പൂൺ ജീരകമൊക്കെ അരി അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിനി പൊങ്ങാനായിട്ട് വെക്കണം. ഞാനിതിപ്പോൾ രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് മാവ് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ച മാവാണ്. കണ്ടോ, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ മാവ് കുറച്ചൊന്ന് കട്ടിയായി, കണ്ടില്ലേ? ആ വെള്ളം കുറച്ചും കൂടി ഒന്ന് പിടിച്ചു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം. ഇനി ഇതിനകത്ത് ഒരു 2-3 നുള്ള് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കണം. ഈസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സോഡാപ്പൊടി ചേർത്താലേ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് കട്ടിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സോഡാപ്പൊടി ഒഴിവാക്കാൻ പറ്റത്തില്ല. 2-3 നുള്ള് മാത്രം മതി. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുമ്പം ഒരല്പം മധുരം കുറയും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഞാനൊരു 4 ടീസ്പൂൺ ഇട്ടു. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവൊക്കെ വെക്കുന്ന പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ രാത്രി മാവ് അരച്ച് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴായിരിക്കുമല്ലോ അത് റെഡി ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആവിയപ്പം ഉണ്ടാക്കില്ല. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് ചായയുടെയൊക്കെ സമയമാകുമ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡയും പഞ്ചസാരയൊക്കെ ചേർത്ത് എടുത്താൽ മതി. അപ്പോൾ മാവ് റെഡിയായി. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ജസ്റ്റ് ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് ടിന്നോ ചൂടാക്കാൻ പറ്റുന്ന ഗ്ലാസ് ബൗളോ ഏതിൽ വേണമെങ്കിലും ആവിയിൽ വേവിക്കാം. ഞാനിതിനകത്ത് ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലുണ്ടെങ്കിൽ 2 ആവിയപ്പമായിട്ടും ഉണ്ടാക്കാം. ഇത് വേവിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. താഴെ ഇതുപോലെ ഒരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് വെക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പാത്രം വെച്ചിട്ട് പിന്നെ മാവ് ഒഴിക്കുന്നതാണ് എളുപ്പം കേട്ടോ, അല്ലെങ്കിൽ ഇത് താഴോട്ടൊക്കെ ഇറക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് വിട്ടുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആവിയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വട്ടയപ്പമൊക്കെ പോലെ തന്നെ നന്നായി പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂട് മാറാനായിട്ട് വെക്കാം. ആവിയപ്പത്തിൻ്റെ ചൂടൊക്കെ മാറി ഇത് നമുക്കിനി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും വട്ടയപ്പം പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏലക്ക, ജീരകമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഞങ്ങൾ സാധാരണ യാത്രകളൊക്കെ പോകുമ്പോൾ ഇത് ഉണ്ടാക്കി ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.